ഏകദേശം 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1952 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഒരു അതിവേഗ സാന്നിധ്യം ഔദ്യോഗികമായി മാഞ്ഞുപോയി. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ കരജീവിയായ ചീറ്റപ്പുലികൾക്ക് ഇന്ത്യയുടെ മണ്ണിൽ വംശനാശം സംഭവിച്ചു എന്ന പ്രഖ്യാപനം പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരാഘാതമായിരുന്നു. എന്നാൽ ഇന്ന് 2026 തുടക്കത്തിൽ ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ ചരിത്രത്തിലെ സുവർണ അധ്യായമായി പ്രൊജക്ട് ചീറ്റ മാറിക്കൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ നിന്ന് കേൾക്കുന്ന ഓരോ പുതിയ വാർത്തയും ഈ പദ്ധതിയുടെ വിജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിലവിൽ ഇന്ത്യയിലെ ചീറ്റകളുടെ എണ്ണം 39ലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന വാർത്ത കേവലം ഒരു കണക്കല്ല, മറിച്ച് തകർന്നുപോയ ഒരു ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കാനുള്ള ദീർഘകാല പരിശ്രമത്തിന്റെ ഫലമാണ്. ഇന്ത്യയിലെ ചീറ്റകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് മുഗൾ ചക്രവർത്തിമാരുടെ കാലം തൊട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ വേട്ടയാടൽ വിനോദങ്ങൾ വരെ നീളുന്ന ഒന്നാണ്. ഒരു കാലത്ത് പഞ്ചാബ് മുതൽ തിരുനെൽവേലി വരെയും ഗുജറാത്ത് മുതൽ പശ്ചിമ ബംഗാൾ വരെയുമുള്ള വിശാലമായ പുൽമേടുകളിൽ ഈ വേഗരാജാക്കന്മാർ സ്വൈരവിഹാരം നടത്തിയിരുന്നു. എന്നാൽ ആവാസ വ്യവസ്ഥയുടെ നാശവും അനിയന്ത്രിതമായ വേട്ടയാടലുമാണ് ഇവയെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചത്. 1947 ഇന്നത്തെ ഛത്തീസ്ഗഡിലെ കോരിയ ജില്ലയിൽ വെച്ച് അന്നത്തെ മഹാരാജാവ് വെടിവെച്ചു കൊന്ന 3 ചീറ്റകളാണ് ഇന്ത്യയിൽ അവസാനമായി കാണപ്പെട്ടത്. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് രാജ്യം ഇവയെ വംശനാശം സംഭവിച്ച ജീവിവർഗമായി പ്രഖ്യാപിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായ ഏക വലിയ സസ്തനിയാണ് ചീറ്റപ്പുലി എന്നത് ഈ ദൌത്യത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ഒരു ആവാസ വ്യവസ്ഥയിൽ ചീറ്റപ്പുലികൾക്കുള്ള സ്ഥാനം കേവലം ഒരു വേട്ടക്കാരന്റേത് മാത്രമല്ല, അവയെ അംബ്രല സ്പീഷീസ് എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. അതായത് ചീറ്റകളെ സംരക്ഷിക്കുന്നതിലൂടെ അവ വസിക്കുന്ന വിശാലമായ പുൽമേടുകളും അവിടെയുള്ള മറ്റു സസ്യ ജന്തുജാലങ്ങളും സ്വാഭാവികമായി സംരക്ഷിക്കപ്പെടുന്നു. കരിങ്കുരങ്ങുകളും കൃഷ്ണമൃഗങ്ങളും മറ്റു സസ്യബുക്കുകളും വസിക്കുന്ന ഈ മേഖലയിൽ ചീറ്റകൾ തിരിച്ചെത്തുന്നതോടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കപ്പെടുന്നു. ഇത് കേവലം ഒരു മൃഗത്തെ തിരിച്ചുകൊണ്ടുവരുന്ന പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയുടെ നഷ്ടപ്പെട്ട ജൈവ വൈവിധ്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയൊരു പാരിസ്ഥിതിക നീക്കമാണ്. സെപ്റ്റംബറിൽ നമീബിയയിൽ നിന്ന് 8 ചീറ്റകളെ എത്തിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്വപ്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. ആധുനിക സാങ്കേതിക വിദ്യയും അന്താരാഷ്ട്ര സഹകരണവും ഒത്തുചേർന്നപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാനന്തര വന്യജീവി പുനരധിവാസ പദ്ധതിയായി ഇത് മാറി. കാലാവസ്ഥാ വ്യതിയാനവും പുതിയ അന്തരീക്ഷത്തിലുള്ള പൊരുത്തക്കേടുകളും കാരണം ചില ചീറ്റകൾക്ക് ജീവൻ നഷ്ടമായത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ശാസ്ത്രലോകം പതറിയില്ല. ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ റേഡിയോ കോളറുകളിലും പരിപാലന രീതികളിലും മാറ്റം വരുത്തിക്കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ടു പോയി. ഇതിന്റെ ഫലമാണ് ഇന്ന് കുനോയിൽ കാണുന്ന കുതിപ്പ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കുനോയിൽ എത്തിച്ച ഗാമിനി എന്ന ചീറ്റ ഒരു കുഞ്ഞിനു കൂടി ജന്മം നൽകിയതോടെ ഇന്ത്യയിലെ ചീറ്റകളുടെ ആകെ എണ്ണം 39ആയി ഉയർന്നിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യയിൽ വെച്ച് ജനിച്ച ചീറ്റ കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. അതാണ് ഈ പദ്ധതിയുടെ സ്വാഭാവിക വിജയത്തെ തന്നെ സൂചിപ്പിക്കുന്നത്. കൂടാതെ ബോട്സ്വാനയിൽ നിന്ന് 8 പുതിയ ചീറ്റകളെ കൂടി വെള്ളിയാഴ്ച ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവയെ ശനിയാഴ്ച കുനോയിലെ പ്രത്യേക എൻക്ലോസറുകളിൽ തുറന്നുവിട്ടിട്ടുമുണ്ട്. 2032ഓടെ ഇന്ത്യയിലെ ചീറ്റകളുടെ എണ്ണം 70 ആക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ചീറ്റകളുടെ പുനരധിവാസം കേവലം ശാസ്ത്രീയമായ ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് വലിയ തോതിലുള്ള സാമൂഹിക ഇടപെടലുകൾ കൂടി ആവശ്യമുള്ള ഒന്നാണ്. കുനോ നാഷണൽ പാർക്കിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളെ ചീറ്റമിത്രങ്ങൾ എന്ന പേരിൽ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി. അവരുടെ സഹകരണം ഉറപ്പാക്കിയതിലൂടെ മനുഷ്യമൃഗ സംഘർഷങ്ങൾ കുറയ്ക്കാനും വന്യജീവി സംരക്ഷണത്തിൽ പ്രാദേശിക പങ്കാളിത്തം ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാരിന് കൃത്യമായി സാധിച്ചു. ടൂറിസം മേഖലയിലും ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുംകാലങ്ങളിൽ മധ്യപ്രദേശ് ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ചീറ്റകളുടെ പ്രധാന ആവാസ കേന്ദ്രമായി മാറുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കും. എങ്കിലും വിമർശനങ്ങളെയും ആശങ്കകളെയും തള്ളിക്കളയാനാവില്ല. ചീറ്റകൾക്ക് സഞ്ചാരിക്കാൻ ആവശ്യമായ വിസ്തൃതിയുള്ള വനമേഖലകൾ കുനോയിൽ ലഭ്യമാണോ എന്നതും പോപ്പുലേഷൻ വർദ്ധിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആവാസ വ്യവസ്ഥാ പ്രശ്നങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനു പരിഹാരമായി ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലെയുള്ള പുതിയ ഇടങ്ങളിലേക്ക് ചീറ്റകളെ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഭൂതകാലത്തിലെ തെറ്റുകൾ തിരുത്താനും വരും തലമുറയ്ക്ക് സഫലമായ ഒരു പ്രകൃതിയെ കൈമാറാനുമുള്ള ഇന്ത്യയുടെ ഇച്ഛാശക്തിയുടെ അടയാളമാണ് പ്രൊജക്ട് ചീറ്റ. വംശനാശം സംഭവിച്ച ഒരു ജീവിയെ ദശകങ്ങൾക്കു ശേഷം മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് കൊണ്ടുവന്ന് വളർത്തുക എന്നത് അസാധ്യമാണെന്ന് പലർക്കും കരുതിയ കാര്യമാണ്. എന്നാൽ ഇന്ത്യ അത് സാധ്യമാക്കി കാണിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ചീറ്റകൾ ഇന്ത്യൻ കാടുകളിൽ പെറ്റുപെരുകുകയും അവയുടെ സ്വാഭാവിക വേഗത പുൽമേടുകളിൽ നിറയുകയും ചെയ്യുമ്പോൾ അത് ആഗോള വന്യജീവി സംരക്ഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയഗാഥയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.